ഷെയ്ഖ് ഔസംഗഡിൽ നിന്ന് മറ്റേ വണ്ടി കയറി, മറ്റേ ഗുലാം മഹമ്മൂദ് ഉജ്ജയിനിൽ നിന്ന് ഇൻഡോറിലേക്ക് പോകുന്ന വേറൊരു വണ്ടി കയറി. അവർ രണ്ടുപേരും സവായി മധേപൂരിൽ വെച്ച് സന്ധിച്ചു. എന്നിട്ട് അജ്മീറിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരേന്റെ സിദ്ധാന്തം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിമിക്കാര് ലഷ്കർ തയ്യബുകളും സലഫികളാണ്. ശരിയാണ്, പറഞ്ഞാൽ ശരിയാണ്. ഈ സലഫികൾക്ക് ഇതിഷ്ടമില്ല, മറ്റേ ഈ ദർഗയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ദ്വാരകൾ ഇഷ്ടമില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ശുദ്ധ ഇസ്ലാമിന് പുറത്താണത്. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു ജിഹാദ് എന്നുള്ള നിലക്കാണ് അജ്മീർ സ്ഫോടനം നടന്നത് എന്ന്. അജ്മീർ സ്ഫോടനം നടന്നതിന്റെ പിറ്റേ ദിവസം ഇന്ത്യയിലെ മുൻനിര സെക്യുലർ പത്രമായിട്ടുള്ള SFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ N. റാം നടത്തുന്ന അദ്ദേഹം പത്രാധിപരായിട്ടുള്ള ദ ഹിന്ദുവിൽ വാർത്ത വന്നു. പ്രവീൺ സ്വാമി എഴുതി. അപ്പൊ സ്വാമി അസീമാനന്ദ കുറ്റസമ്മതം നടത്തി. ദ ഹിന്ദു കുറ്റസമ്മതം നടത്തുവോ? അപ്പൊ പ്രവീൺ സ്വാമി അസീമാനന്ദ പൊട്ടിക്കും, പ്രവീൺ സ്വാമി അതിന് സിദ്ധാന്തം ഉണ്ടാക്കും. മൂന്നാം ദിവസം നമ്മുടെ നാട്ടിലെ ലേഖകന്മാരൊക്കെ എന്ത് അത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ കാണാം, സ്വന്തം ലേഖകൻ. പ്രവീൺ സ്വാമിയുടെ അങ്ങനെ തന്നെ കൂട്ടിയിടിക്കുന്നതാണ്. നമ്മുടെ മുനീർ സാഹിബിന്റെ ഇന്ത്യ വിഷനും ഏഷ്യാനെറ്റും വീരേന്ദ്രകുമാറിന്റെ മാതൃഭൂമിയും മാതൃഭൂമിച്ചായ മനോരമയും ഒക്കെ അതിങ്ങനെ നമുക്ക് വളർന്നു. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഓരോ വിളയാട്ടങ്ങൾ ഇങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ട് അതൊക്കെ ഭയങ്കര തമാശയാണ്. സംജോത എക്സ്പ്രസ് സ്ഫോടനം ഉണ്ടായപ്പോൾ ഉണ്ടായ സിദ്ധാന്തം എന്ന് പറയുന്നത്, സംജോത എക്സ്പ്രസ് സ്ഫോടനം ഉണ്ടായത് അന്നത്തെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മുമ്പ് ഡൽഹിയിൽ എന്തോ ചർച്ചയ്ക്ക് വരാൻ പോവാണ്. അതിന്റെ 2 ദിവസം മുമ്പ് 1 ദിവസം മുമ്പ് കണ്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ സംജോത എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് പോകുന്ന തീവണ്ടിയാണ്. ആ തീവണ്ടിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ധാരാളം കുടുംബങ്ങൾ വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട്. മാമൻ ഇവിടെ, അമ്മാവും ഇവിടെ, അമ്മായി അവിടെ, അനിയൻ ഇവിടെ, അനിയത്തി അവിടെ, അങ്ങനെയൊക്കെ ആയത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ വിഭജിക്കപ്പെട്ടു പോയ കുടുംബങ്ങൾ ഉത്തരേന്ത്യയുണ്ട്. അവർക്ക് ആയുസ്സിൽ വല്ലപ്പോഴും ഒക്കെ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമോ? അവർ വന്നു പോകുന്ന തീവണ്ടിയാണ് സംജോത എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന തീവണ്ടി. അപ്പൊ ഈ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ ചർച്ചയ്ക്ക് വരുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ ബോംബ് പൊട്ടുന്നത്. അപ്പോൾ ഹിന്ദുവിന്റെ പ്രവീൺ സ്വാമിയുടെ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാന്റെ മന്ത്രി ഇവിടെ വന്നിട്ട് നമ്മുടെ മന്ത്രിയായിട്ട് ചർച്ച നടത്തി സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കൂട്ടിപ്പോകുമല്ലോ എന്ന് ലഷ്കർ ത്വയ്യിബകളും സിമിയും ഭയന്നു. അങ്ങനെ ഇൻഡോറിലെ സിമി പ്രവർത്തകരും ലഷ്കർ ത്വയ്യിബകളും മറ്റേ ബംഗ്ലാദേശിലെ ഹുജി അത്തത്തുൽ ജിഹാദുൽ ഇസ്ലാമി, അതാണ് ഹുജി, ഇവരും ചേർന്നിട്ട് നടത്തിയ സംയുക്ത ഓപ്പറേഷനാണ് സംജോത എക്സ്പ്രസ് സ്ഫോടനം എന്നാണ് അന്ന് ഹിന്ദു പത്രം എഴുതിയത്. ഹിന്ദു പത്രം പിന്നെ ബാക്കി നമ്മൾ ആൾക്കാർ കോപ്പിയിടുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ അസീമാനന്ദ അത് ഏറ്റു പറഞ്ഞു, നമ്മളെ കുട്ടികളാണ് അതൊക്കെ നടത്തിയത്. മാന്യന്മാരെന്ന് നടിക്കുന്ന, സംസ്കാരമുള്ളവരെന്ന് വീപ്പണക്കുന്ന ഈ പത്രാധിപന്മാർ മാപ്പിന്റെ ഒരക്ഷരം പറഞ്ഞു. സുഹൃത്തുക്കളെ, എത്ര കുടുംബങ്ങളെയാണ് അവർ അനാഥമാക്കിയത്, എത്ര ചെറുപ്പക്കാരെയാണ് പോലീസുകാർ ഇവരുടെ റിപ്പോർട്ടുകൾ വായിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി അവരുടെ എല്ലും മസ്തിഷ്കവും അവരുടെ മജ്ജയും മാംസവും തകർത്ത് കളഞ്ഞത്. മാപ്പിന്റെ ഒരു വാക്ക്, തെറ്റുനിരത്തിന്റെ ഒരു കോമ ഈ പത്രങ്ങളുടെ ഈ ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടായോ? വീരേന്ദ്രകുമാർ മാപ്പ് പറഞ്ഞോ? മാധുകുടിച്ചാൻ മാപ്പ് പറഞ്ഞോ? N. റാം മാപ്പ് പറഞ്ഞോ? ഇന്ത്യ വിഷൻ മാപ്പ് പറഞ്ഞോ? ഏഷ്യാനെറ്റ് മാപ്പ് പറഞ്ഞോ? എത്ര യൗവനങ്ങളെയാണ്, ജീവിതങ്ങളെയാണ്, കുളുമ്പുന്ന ജീവിതങ്ങളെയാണ് ഇവർ ചവച്ചു തുപ്പി എറിഞ്ഞു കളഞ്ഞത്. സ്വാമി അസീമാനന്ദ എന്ന കൊടും ഭീകരന്റെ നിലവാരത്തിന്റെ 1000-ൽ പോലും ഇല്ലാത്തവരാണ് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എത്ര ഭീകരമായിട്ടുള്ള സംസ്കാര ശൂന്യമായിട്ടുള്ള ആൾക്കാരാണ്. മാന്യതയുടെ അംശമുണ്ടെങ്കിൽ ഇവരെന്നെ തെറ്റുതിരുത്തേണ്ടതായിരുന്നു. തെറ്റുതിരുത്തിക്കൊണ്ട് ഒരു ഖണ്ഡികയെങ്കിലും പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. ഇന്നുവരെയും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. RSSും BJPയും RSSന്റെ അടിത്തൂൺ പറ്റുകാരായിട്ടുള്ള മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിഗൂഢമായ ശ്രമങ്ങൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.
നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം മാതൃഭൂമി പറയണം, പിന്നെ അല്ലെങ്കിൽ ഹിന്ദു പറയണേ എന്നതൊക്കെ നമുക്ക് കുറച്ച് സമാധാനം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ ആക്രമണങ്ങളുടെ പേരിലെല്ലാം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഉണ്ടായി. ആ സമുദായത്തിലെ സംഘടനകളുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? അവരുടെ നേതാക്കളുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുക. എന്താ ഇതിന്റെ പിന്നിൽ ശരിക്കും? അത് അന്വേഷിക്കാൻ വേണ്ടി മെനക്കിടുക. അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അവരെ സഹായിക്കുക. ഇതല്ലേ സുഹൃത്തുക്കളെ മാന്യതയിൽ ആളുകൾ ചെയ്യേണ്ടത്? ഉത്തരവാദിത്വ ബോധമുള്ള മുസ്ലിം സംഘടനകൾ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില സംഘടനകൾ, ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടെന്നില്ല, കേരളത്തിൽ മാത്രം, കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ നല്ലൊരു വിഭാഗവും RSSന്റെ ശമ്പളം പറ്റുന്ന പത്രപ്രവർത്തകരും പത്രസ്ഥാപനങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെ 10 മടങ്ങ് ശക്തിയിൽ ഏറ്റുപിടിച്ച് അതിവിടെ പ്രചരിപ്പിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. അപ്പൊ ഇവിടെ ബോംബ് പൊട്ടിയാലും സ്വാമി അസീമാനന്ദ ബോംബ് പൊട്ടിക്കും, പ്രവീൺ സ്വാമി അതിന് സിദ്ധാന്തം ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരിറങ്ങും, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിറങ്ങും. അത് ഞങ്ങളല്ലേ, അത് മറ്റൊരാണ്. ഏത് ആരും അത് മൗദൂദിന്റെ ബുക്ക് വായിച്ചിട്ടാണ്. അജ്മീർ പൊട്ടുമ്പോ അത് മൗദൂദിന്റെ ബുക്ക് വായിച്ചിട്ട്, സംജോതെ പൊട്ടുമ്പോ അത് മൗദൂദിന്റെ ബുക്ക് വായിച്ചിട്ട്, മലയകാവ് പൊട്ടിയാൽ അത് മൗദൂദിന്റെ ബുക്ക് വായിച്ചിട്ട്. ഇവരൊക്കെ മൗദൂദിന്റെ ബുക്ക് വാങ്ങി അതിനെ തോക്കി പിടിച്ച് പോയി ഏതോ റൂമിലെത്തി ആ ബുക്ക് പറഞ്ഞ പ്രകാരം ബോംബുണ്ടാക്കി പൊട്ടിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രസംഗവും ലേഖനമൊക്കെ വായിച്ചാൽ തോന്നുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങളുടെ നാട്ടുകാരൻ, ഈ നിലമ്പൂർക്കാരൻ വരാൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയും. മൂപ്പരുടെ ഒരു സിനിമ ഉണ്ട്, ദൈവനാമത്തിൽ, ഒരുപാട് അവാർഡ് കിട്ടിയ സിനിമ. അതിന് അവാർഡ് കിട്ടാനുള്ള കാരണം എന്നാണ് ഞാൻ പിന്നെ പറഞ്ഞത്. ആ സിനിമ എന്താണെന്ന് വെച്ചാല്, ഒരു ചങ്ങായി കേരളത്തിൽ നിന്ന് സാമാന്യം നിലവാരമുള്ള ഒരു തറവാട്ടിൽ നിന്ന് അലീഗഡ് പഠിക്കാൻ പോയി. ഈ അലീഗഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഔസംഗഡ് എന്ന് പറഞ്ഞ മാതിരി RSSകാരുടെയും പത്രങ്ങളുടെയും നിഘണ്ടുവിൽ അവരുടെ ഡിക്ഷണറിയിൽ ഒരു ഭീകര കേന്ദ്രമാണ്. അലീഗഡിനെ കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ചങ്ങായി അലീഗഡ് പഠിക്കാൻ പോയിട്ട് എന്താ കാട്ടണമെന്ന് വെച്ചാൽ, ശരിക്കും ആ സിനിമകൾ കാണാം. അത് പറയണെന്താന്ന് വെച്ചാൽ, മൗദൂദിന്റെ ബുക്ക് നമ്മളെ ഈ ടിപ്പറിൽ പറഞ്ഞ് മെറ്റൽ നടക്കൂല, അതേമാതിരി ഇവന്റെ റൂമിൽ മൗദൂദിന്റെ ബുക്ക് ഇങ്ങനെ വന്ന് നിറയാണ്. ചെറവറാ മൗദൂദിന്റെ ബുക്ക്. ഇവൻ ഇത് മുഴുവൻ വായിക്കും അലീഗഡിൽ. എന്നിട്ട് മൂപ്പർ നാട്ടിൽ വന്നിട്ട് എടുക്കുന്ന പണിയെന്ന് അറിയാമെങ്കിൽ ഹോട്ടലിൽ ബോംബ് വെക്കണം, മലപ്പുറത്തൊരു ഹോട്ടലിൽ ബോംബ് വെക്കണം. എന്തെങ്കിലും കേൾക്കണം. നോമ്പിന് തുറന്ന ഹോട്ടലെങ്ങാണ്ട്, നോമ്പിന് തുറന്നാണ്ടാണ് അതിന്റെ പ്രശ്നം. അപ്പൊ എന്താണ്, സ്ഫോടനങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ RSSകാരും വർഗീയവാദികളായിട്ടുള്ള പത്രക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയെ ഇവിടുത്തെ ഒരു മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് അയാൾ അങ്ങനെ തന്നെ ഏറ്റുപിടിക്കുകയാണ്. അലീഗഡ് പഠിക്കാൻ പോകണം, മധുവിന്റെ പുസ്തകം വായിക്കണം, നാട്ടിൽ വരുന്നു, ഹോട്ടലിൽ കൊണ്ടുപോകണം. എത്ര ലളിതമായ കഥയാണ്. അത് സ്വാഭാവികമായിട്ട് അവാർഡ് കിട്ടും. ആചാര്യങ്ങളുടെ കിട്ടും അവാർഡ്. അത് ഹോട്ടലിലാക്കിയാൽ, വേറെ അമ്പലത്തിലാക്കിയാൽ അവാർഡ് കുറച്ച് കൂടുതൽ. മധുവിന്റെ ബുക്ക് വായിക്കണം, നാട്ടിൽ വരുന്നു, അമ്പലത്തിന് കൊണ്ടുപോകും, ഹോട്ടലിൽ. അപ്പം അയാളുടെ ശബ്ദം കിട്ടിനേക്കാൾ വലിയ അവാർഡിന് കിട്ടും. അങ്ങനെ വേണം സിനിമ എടുക്കാൻ എന്നാണ് പറയുന്നത്. സിനിമ എടുക്കാൻ മുടിഞ്ഞു പോവില്ല, അവാർഡിന്റെ പൈസ കൊണ്ട് തന്നെ അങ്ങോട്ട് കഴിച്ചില്ലാവും. ഇതാണ് കഥ. ഇവിടെ എന്ത് സംഭവം ഉണ്ടായാലും കഥ. ഇവിടെ എന്തോ ട്രെയിനിൽ നിന്നോ പൈപ്പ് മുറിക്കുക എന്തോ ചെയ്തൊരു കഥയുണ്ട്. അത് ലഷ്കർ തൈബ മുറിച്ചാന്നൊക്കെ ജാതിയുള്ള പ്രചാരണമായിരുന്നു നടക്കുന്നത്. ലഷ്കർ തൈബ നിലമ്പൂർ വന്നിട്ട് പൈപ്പ് മുറിക്കാനില്ല, ഇവർക്ക് വേറെ പണിയില്ല. നിലമ്പൂർ വന്നിട്ട് ട്രെയിനിന്റെ പൈപ്പ് മുറിക്കണം ലഷ്കർ തൈബ. ഇതാണ് സുഹൃത്തുക്കൾ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങോട്ട് പ്രചരിപ്പിക്കുക.
കള്ളക്കഥകൾ, വൃത്തികെട്ട കഥകൾ. ഈ കഥകൾ ഇവർക്ക് ആത്മസായുഷ്യം, ആത്മരതി ലഭിക്കുന്നുണ്ടാവുന്നതിലൂടെ. പക്ഷെ മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ തുടക്കത്തിൽ പറഞ്ഞ മാതിരി മൗദൂദിന്റെ ബുക്ക് വായിച്ചത് മാത്രമല്ല, മൗ എന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ശബാന ആസ്മിക്ക് വരെ ഫ്ലാറ്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായി വന്നത് ഈ പ്രചാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ തന്നെ തകർക്കുക, രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുക, വിദ്വേഷമുണ്ടാക്കുക, രാജ്യത്തിന്റെ വികസനത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന, രാജ്യത്തിന്റെ വികസനത്തെ സ്തംഭിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമാണ്, അമേരിക്കയുടെ ആവശ്യമാണ്. നമുക്ക് ഉയർന്നു വരുന്ന ധാരാളം ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ഉദ്ദേശം. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സംഘടനകൾക്ക്, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു നേതാവ് അങ്ങനെ ഒരു കൊല്ലത്തിൽ 100 പൊതുയോഗം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ഒരു പൊതുയോഗം പോലും നിങ്ങൾ എണ്ണി നോക്കിയോ RSSനെതിരെ, RSSന്റെ ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു പൊതുയോഗം പോലും നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ RSSും BJPയും അതിന്റെ മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിക്കുന്ന മുസ്ലിം ഭീകരതയെക്കുറിച്ച്, മൗദൂദിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഗിന്നസ് ബുക്കിന് അടുത്തെത്തിയിട്ടുണ്ടാവും ഒരുപക്ഷെ ഇപ്പോഴും. ആരുടെ അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ APCR എന്ന് പറഞ്ഞൊരു സംഘടന, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫോർ ദ സിവിൽ റൈറ്റ്സ്, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള മനുഷ്യാവകാശ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിന്റെ അധ്യക്ഷൻ ഗുജറാത്തുകാരനായിട്ടുള്ള ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. അദ്ദേഹത്തിന്റെ മകൻ കുറെ കാലമായി, വർഷങ്ങളായി കോട്ടാ പ്രകാരം ചെയ്യില്ല. എന്താ കാരണം അറിയാം നിങ്ങൾക്ക്? രാജ്യത്ത് നടക്കുന്ന, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരന്മാർ എന്ന മുദ്ര കുത്തി നടത്തുന്ന ഭരണകൂട ഭീകര